ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2096. ഇന്ന് സെപ്റ്റംബർ മാസം 26-ാം തീയതി 269-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശു പറഞ്ഞായിരുന്നു, 2 തരത്തിലാണ് മനുഷ്യരുടെ മനോഭാവങ്ങൾ, മനുഷ്യരുടെ നിലപാടുകൾ, പെരുമാറ്റങ്ങൾ. ഏതൊക്കെയാണ്? ഒരു കൂട്ടർ തന്നെത്താൻ ഉയർത്തുന്നവരാണ്, മറ്റൊരു കൂട്ടർ തന്നെത്താൻ താഴ്ത്തുന്നവരും. ഇതിനോട് ദൈവത്തിനും ചില പ്രതികരണങ്ങളുണ്ട്, പ്രതിപ്രവർത്തനങ്ങളുണ്ട്. തീർച്ചയായിട്ടും ചില പ്രതിപകരം കിട്ടുകയും ചെയ്യും. അതെന്തൊക്കെയാണ്? തന്നെത്താൻ ഉയർത്തുന്നവനൊക്കെ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെയൊക്കെ ഉയർത്തുമെന്നാണ്. നമ്മളിത് മനസ്സിലാക്കിയിട്ടേയില്ല. ക്രിസ്തു അനുഭാവികളെന്ന നിലയിൽ ലോകപ്രശസ്ത ഗുരുവിനെ കാണാനായിട്ട് വിദേശത്തുനിന്ന് എത്തിയ ആരാധകനായ യുവാവ് ആ നടപ്പുവഴിയിൽ കണ്ട ഒരു യാത്രികനോട് ചോദിച്ചു, ഗുരുവിന്റെ ആശ്രമത്തിലേക്കുള്ള വഴി ഇത് തന്നെയല്ലേ? അയാൾ പെട്ടെന്ന് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു, ഇയാളെ കാണാൻ വേണ്ടിയാണോ നിങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് നടന്ന് വന്നതും വരുന്നതും? അദ്ദേഹത്തെ എനിക്കറിയാം, വെറും വട്ടപൂജ്യമല്ലേ, പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലാത്തൊരു മനുഷ്യനാണ്. താങ്കളുടെ സമയവും പണവും ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടല്ലോ, എനിക്ക് സങ്കടം തോന്നുന്നു. പെട്ടെന്നാണ് യുവാവിന് കോപമുണ്ടായത്. അയാള് വിവരദോഷിന്ന് വിളിച്ചു. തനിക്ക് വിവരമില്ലല്ലോ എന്ന് പറഞ്ഞ് അയാൾ മുമ്പോട്ട് തന്നെ നടന്നു. വൈകിട്ടായപ്പോ ഗുരുവിന്റെ ആശ്രമത്തിലെത്തി. ആ യുവാവ് ഞെട്ടിപ്പോയി. വഴിയിൽ വെച്ച് കണ്ട അതേ ആൾ തന്നെയാണ് ഗുരു. ഉടൻ തന്നെ ഗുരുവിന്റെ കാൽക്കൽ വീണ് യുവാവ് മാപ്പ് പറയാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് ഗുരു എല്ലാം തടഞ്ഞിട്ട് അയാളോട് പറയുകയാണ്, താങ്കൾ എന്നോട് പറഞ്ഞതും ഞാൻ താങ്കളോട് പറഞ്ഞതും ഒക്കെ സത്യമാണ്, എല്ലാം സത്യമാണ്. 2 തരം ആളുകളുണ്ടല്ലേ, വലുതാകുന്നതിലൂടെ സ്വയം ചെറുതാകുന്നവര്. അവരെ അറിയാവോ? ഒന്ന് അവനവനിലേക്കൊന്ന് എത്തി നോക്കിയാൽ മതി. ഇങ്ങനെ വലുതാകുന്നതിലൂടെ എവിടെയൊക്കെ നമ്മൾ പോലും അറിയാതെ തീരെ ചെറുതായിക്കൊണ്ടിരിക്കുന്നവർ. വളരെ അപൂർവം മനുഷ്യരുണ്ട്, വളരെ കുറച്ചേ ഉള്ളവർ. അവരിങ്ങനെ സ്വയം ചെറുതാകുന്നതിലൂടെ അവരിങ്ങനെ വളർന്ന് ഉയരുകയാണ്, ദൈവത്തോട് ഒപ്പം എത്തുകയാണ്, ദൈവസന്നിധിയിലേക്ക് എത്തുകയാണ്. താൻ എത്രമാത്രം വലുതാണെന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് ആദ്യ കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഓരോ പ്രവൃത്തിയിലും അതുതന്നെയാണ്. നമ്മുടെ കർത്താവായ യേശു പറഞ്ഞല്ലോ, തന്നെത്താൻ ഉയർത്തുന്നവരൊക്കെ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇത് എപ്പോഴാണ് നമുക്കൊന്ന് ഉൾക്കൊള്ളാനായിട്ട്, സ്വീകരിക്കാനായിട്ട് പറ്റുക? പ്രാർത്ഥനയോടുകൂടി. ആമേൻ.